ഹലോ, അപ്പോൾ ജോർജിയയിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും ടൈം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ മോർണിംഗിൽ തന്നെ എണീറ്റിട്ടുണ്ട്. കാരണം നമുക്ക് കുറേ സ്ഥലങ്ങളൊക്കെ പോയിട്ട് കാണാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ജോർജിയയിൽ എത്തിക്കഴിഞ്ഞാൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ വൈനുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എവിടെ തിരിഞ്ഞ് നോക്കിയാലും വൈൻ്റെ ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളും 1-2 ബോട്ടിലൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മോർണിംഗ് ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എന്ത് രസമാണെന്നറിയാം. നമ്മൾ താമസിച്ചിരുന്ന ആ സ്ഥലം നമ്മൾ നൈറ്റിൽ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പം നമുക്ക് പുറത്തോട്ടൊന്നും കാണാൻ പറ്റിയില്ല. മോർണിംഗിൽ നോക്കുമ്പോഴാണ് എന്താ ഭംഗിയെന്നറിയോ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. ചില ഏരിയയിലൊക്കെ പോകുമ്പോൾ നമ്മൾ നാട്ടിൽ ട്രിവാൻഡ്രം, എറണാകുളം ആ സൈഡിലൊക്കെ ടൗൺ ഏരിയയിലൊക്കെ പോകുന്ന ഒരു ഫീൽ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. നമ്മൾ പല സീസണിൽ വന്ന് നോക്കണം. ഇപ്പം ഇതാണ് നമ്മൾ ഹോം സ്റ്റേ, നമ്മൾ ആ സ്റ്റേ ചെയ്ത സ്ഥലത്തിൻ്റെ ഓണറാണ് ഇവർ നമ്മളിപ്പോൾ വൈൻ ഉണ്ടാക്കുന്ന ആ ഒരു ഏരിയ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അവർ വീട്ടിൽ തന്നെ എല്ലാവർക്കും അറിയാം ജോർജിയയിൽ കിട്ടുന്ന ചാച്ച എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പം അത് ഉണ്ടാക്കുന്ന സ്ഥലത്തിട്ട് നമ്മളെ കൊണ്ടുപോകുന്നതാണേ. ഞാൻ ഇവിടുന്ന് ജോർജിയക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാച്ചാന്ന് കേട്ടപ്പോൾ ഞാനതൊരു കോമഡി ആയിട്ടൊക്കെ എടുത്തത്. പക്ഷേ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വാറ്റെന്ന് പറയത്തില്ലേ, വാറ്റിയ സാധനം അതന്നെ. അപ്പോൾ അതിൻ്റെ വേറൊരു വകഭേദമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അതിൻ്റെ അകത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും അവർ സമ്മതിച്ചിട്ടില്ല. അപ്പം ഇത് ഭയങ്കര 80% ആൽക്കഹോൾ എന്നാണ് പറഞ്ഞത്. അപ്പം പക്ഷെ അവരത് കഴിക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ അങ്ങനെ തന്നെ കഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര എഫക്റ്റീവ് ആണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ മുറ്റത്ത് തന്നെ കുറച്ച് കളിക്കുന്ന സ്ഥലത്തൊക്കെ പിള്ളേരൊക്കെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ കൂടി കുറച്ച് നേരം, പിന്നെ നമുക്ക് അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാനില്ല. പിന്നെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ ചാച്ച ഇവിടെ തന്നെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ആ ഒരു സൈഡിലോട്ട് അവർ അടുപ്പിച്ചിട്ടേ ഇല്ല. അങ്ങനെ നമ്മുടെ ഡ്രൈവർ ജാബ റെഡി ആയിട്ട് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അധിക നേരം ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കുപ്പിയൊക്കെ തലയിൽ വെച്ച് കുറച്ച് ഷോ ഒക്കെ കാണിച്ച് നേരെ നമ്മൾ വണ്ടിയിൽ കയറി. നമ്മൾ പോകാൻ പോകുന്നത് ഒരു കേവ് കാണാനാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളുടെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ് ഗായ്സ്. Thank you. Thank you very much. Guys, നിങ്ങൾ ഈ വീഡിയോയിലോട്ട് നോക്കൂ. എല്ലാവരും കാണുന്നുണ്ടോ? നമ്മൾ സെർബിയയിൽ പോയത് 2021 ഡിസംബർ മാസത്തിലാണ് പോയത്. അപ്പോൾ ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേനും എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്നും അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും ഗ്രീനറി കൂടുതൽ ഉണ്ടാവും എന്നൊക്കെ അറിയുന്നത് കൊണ്ടും നമ്മൾ ഓരോ ടൈമിൽ മാറി മാറി വരാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും ഏപ്രിൽ ഇങ്ങനെ അവധിയൊക്കെ ഒത്തുവന്നു, മക്കൾക്കും സ്കൂളും ഓഫായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ. ഓരോ സമയത്തും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ പ്രൊമത്യൂസ് കേവിലോട്ടാണ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോകേണ്ടതെന്ന് നേരത്തെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഓരോ ദിവസവും താമസിക്കുന്നതെന്നുള്ളത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. നമുക്ക് ഓരോ ദിവസവും കറക്റ്റ് ടൈമിൽ ഇറങ്ങുവാണെങ്കിൽ, കറക്റ്റ് ടൈമിൽ നമ്മൾ ലേറ്റ് ആവാതെ നേരത്തെ തന്നെ എണീറ്റ് ഒരുങ്ങി ഇറങ്ങുവാണെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പം ഇന്ന് നമ്മൾ പ്രൊമത്യൂസ് കേവ് കാണാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നും കാണുന്നില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അവർ ലൈവായിട്ട് ഇങ്ങനെ ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതായത് പ്രൊമഗ്രാനേറ്റും ഓറഞ്ചും ആണ് കൂടുതലായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ കൂടുതലും വയസ്സായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇങ്ങനെ ടാക്സിയിലൊക്കെ ആയാലും ബസ് ഡ്രൈവേഴ്സ് പിന്നെ വഴിയിൽ ഇങ്ങനെ ജ്യൂസ് വിൽക്കുന്നതൊക്കെ ആയിട്ട് കാണുന്നത്. ഞാൻ ഇതിൻ്റെ കുറച്ച് റീൽസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ കുറേ ലെങ്തി ആയതുകൊണ്ടും അത് വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ടും കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ, അതായത് നമ്മുടെ ഫാമിലി മാത്രമായിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് സ്വന്തമായിട്ട് റെൻ്റ് കാർ എടുത്തിട്ട് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണുമ്പോൾ
നമുക്ക് ഇഷ്ടത്തിന് നിർത്തിയൊക്കെ പോയിട്ട് കാണാൻ പറ്റും. ഇപ്പോഴും അങ്ങനെയല്ലെന്നല്ല, ഇങ്ങനെ നമ്മൾ ഒരു ഗൈഡിനൊക്കെ വെച്ച് പോകുന്ന സമയത്ത് നമുക്ക് ഓരോ ദിവസം ഈ ഇന്ന സ്ഥലങ്ങൾ കാണണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ആ സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ കാണിക്കുള്ളൂ. ഇതിനിടയ്ക്ക് നമുക്ക് എവിടെയെങ്കിലും കയറണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ അത് സമ്മതിക്കൂല. ഇപ്പം നമ്മൾ സെർബിയ പോയ ടൈമിൽ സ്വന്തമായിട്ടായിരുന്നു എന്ത് ചെയ്തത്, നമ്മൾ വണ്ടി എടുത്തിട്ട് എല്ലായിടവും കറങ്ങിയത്. ഓക്കെ, നമ്മുടെ കൂടെ ഒരു ഫാമിലിയോട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ടൈമിൽ എന്ന് പറയുമ്പോൾ 3 ഫാമിലി ഒരുമിച്ച് പോയതുകൊണ്ട് നമ്മൾ 14 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് വലിയ വണ്ടിയൊന്നും ഒറ്റയ്ക്ക് ഓടിച്ചു പോകാൻ അത്ര സേഫ് അല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരാളെ വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷേ ആള് ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ നമ്മളോട്. നമുക്ക് ആ ഒരു കാര്യത്തിൽ ഒരിക്കലും ഒരു അബദ്ധം പറ്റിയെന്ന് നമ്മൾ പറയത്തില്ല. കാരണം നമ്മുടെ കൂടെ എല്ലാത്തിനും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജാബ എന്ന് പറഞ്ഞിട്ട് ചെറിയ പയ്യനാണ് കേട്ടോ, ഒരു 23 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഭയങ്കര പൊളി വൈബായിരുന്നു, പാട്ടൊക്കെ ഇട്ട്. പിന്നെ കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തന്ന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ആൾ. നമുക്കൊരിക്കലും ബോറടിക്കൂല. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും അവിടുത്തെ ഓരോ കാര്യങ്ങളും, പിന്നെ അവിടുത്തെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഈ കേവിൻ്റെ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേര് ഒരുമിച്ചാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുമ്പോഴത്തേനും അവരിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ട്. ഉള്ളിലോട്ട് പോകുന്തോറും നല്ല തണുപ്പായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ജാക്കറ്റൊക്കെ എടുത്തിട്ടാണ് പോയത്. കുറേ ദൂരം നടക്കാനുണ്ടോ ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ പിന്നെ കുറേ സ്റ്റെപ്പുകൾ കയറാനുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഉള്ളിൽ ഫുൾ ഇങ്ങനെ നനഞ്ഞിട്ടുള്ള ഒരു ഈർപ്പമൊക്കെ ആയിട്ട്, പാറക്കെട്ടുകളൊക്കെ ആയിട്ടാണ്. ചെറിയൊരു വീർപ്പുമുട്ടൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. ഞാൻ കുറച്ച് ദൂരം ചെന്നിട്ട് ഒരു സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്ന് നിന്ന സമയത്ത് എൻ്റെ കാല് രണ്ടും നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്കവിടെ കറക്റ്റ് നിൽക്കാനേ പറ്റുന്നുണ്ടായില്ല. അപ്പം ഞാൻ ആദ്യം ഓർത്തത് എനിക്ക് എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ എൻ്റെ കൂടെ വന്നവരും അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ മനസ്സിനൊരു സമാധാനം. നമ്മൾ 2019 10 days അയർലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കാണ് പോയത്, നമ്മുടെ ഫാമിലി മാത്രം, ഞാനും ഇക്കായും മക്കളും മാത്രമായിട്ടാണ് പോയത്. അത് 10 days അവിടെ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ ഒരു കേവിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതുപോലെയല്ല, അത് കുറച്ചും കൂടി നല്ല രസമായിരുന്നു. പക്ഷേ എനിക്ക് ആ ടൈമിലൊന്നും ഞാനിങ്ങനെ ചാനലിലും വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്ത ആ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. സോ എനിക്ക് അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ സെർബിയയിലെ വീഡിയോ നല്ല 4K ക്വാളിറ്റിയിൽ അടിപൊളി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പോയിട്ട് ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തേക്കാം ആ വീഡിയോ. പിന്നെ ഭയങ്കര രസമായിട്ട് അവർ ലൈറ്റൊക്കെ ചെയ്തിട്ടൊരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമുക്കത് കാണാനൊക്കെ ഉണ്ടായിരുന്നു. ലൈറ്റ് കൊണ്ടുള്ള ചെറിയൊരു ഷോ. അതിൻ്റെ ഉള്ളിൽ പല കളറിലുള്ള ലൈറ്റൊക്കെ ഇട്ടിട്ട് അത് കുറച്ച് രസമായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കുറച്ച് ഇരുട്ടൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ ശരിക്കും നമുക്ക് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റത്തില്ല. നേരിട്ട് പോയി കാണുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. ഇവിടെ ഇങ്ങനെ ഈ വെള്ളം പോലെ ഐസ് ഇങ്ങനെ മെൽറ്റായിട്ട് ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീഴുമല്ലോ, അങ്ങനെ തന്നെ അതിങ്ങനെ കട്ടയായിട്ട് ഫോം ചെയ്തിരിക്കുകയാണ് കേട്ടോ. ചിലതൊക്കെ ഭയങ്കര രസമുള്ള ഷേപ്പുകളായിട്ട് വന്നിരിക്കുന്നുണ്ട്. പിന്നെ ചിലതൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും ഉണ്ട് കേട്ടോ. അകത്തിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ കാണാൻ ഭയങ്കര രസമാണ്. കുറച്ച് നമുക്കിതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴേ എനിക്ക് മറ്റേ ഗുണ മൂവിയിലെ ആ സോങ്ങൊക്കെ വെച്ചിട്ട് ഞാനൊരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കുറേ ആൾക്കാർ ബോട്ടിങ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു സൈഡിലോട്ട് വിട്ടു. അപ്പോൾ നമ്മളതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല രസമുള്ളൊരു പ്ലേസാണ് കേട്ടോ. അവിടുന്ന് നമ്മൾ ബസ് കയറിയിട്ട് നമ്മൾ എവിടെയാണോ ആ കേവിൽ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തില്ലേ, അപ്പോൾ അവിടെ അവർ കൊണ്ടിറക്കും നമ്മളെ. അപ്പോൾ ആ ബസ്സിൽ എങ്ങനെയെങ്കിലുമൊക്കെ ചാടി കയറി നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കയറുന്നതിന് മുമ്പ് ജ്യൂസ് അടിക്കുന്ന കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രഷ് ജ്യൂസാണ് കേട്ടോ, പ്രൊമഗ്രാനേറ്റും ഓറഞ്ചും. അപ്പോൾ അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ പ്രത്യേക ഒരു സംഭവം ഇങ്ങനെ കറക്കിയിട്ട് പിഴിഞ്ഞെടുക്കുന്ന ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് പേര് പ്രൊമഗ്രാനേറ്റ് എടുത്തു, കുറച്ച് പേര് ഓറഞ്ച് എടുത്തു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. മധുരമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ ഫ്രഷ് ജ്യൂസ് നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഒരു വയസ്സായ ആളായിരുന്നു. അപ്പോൾ അയാളിങ്ങനെ ഭയങ്കര രസമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്
നമുക്കിങ്ങനെ ജ്യൂസ് അടിച്ചടിച്ച് തരുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവിടെ വെച്ച് തന്നെ ചെയ്തു തന്നു. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഉണക്കിയിട്ട് അതിനെ ഇങ്ങനെ പരത്തി അതിനകത്ത് നട്ട്സൊക്കെ വെച്ചിട്ട് അതും ഇങ്ങനെ അവർ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് ഫ്രൂട്ടാണ്, കാക്ക ഫ്രൂട്ട്, പിന്നെ വേറെ എന്തൊക്കെയൊക്കെയോ പേര് പറഞ്ഞു, പ്രൊമഗ്രാനേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഉണ്ടായിരുന്നു. അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അതുകൊണ്ട് അത് വാങ്ങിച്ചതുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുമ്പം കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇടയ്ക്ക് വഴിയിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കും. നമ്മളിനി നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഫുഡ് കഴിക്കാനുണ്ട്. പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കുറേ ദൂരെയാണ്. 2 മണിക്കൂർ ഒക്കെ നമുക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ നിർത്തി കോഫിയൊക്കെ കുടിച്ച് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ചെറിയൊരു ചർച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടുന്ന് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഗുഡൌരിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ 2 days അവിടെ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴേ അവിടെ എത്തുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഡേ അതിൻ്റെ അടുത്ത ദിവസവും നമ്മൾ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു ചർച്ചിലാണ് വന്നിട്ടുള്ളത്. ഭയങ്കര രസമുണ്ട് കേട്ടോ. അത് ദൂരേന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം അധികം തിരക്കൊന്നുമില്ല. അപ്പം നമ്മൾ ഇതിനകത്തൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് പുറത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ച് നേരം മാത്രമേ നമ്മളിവിടെ ഉണ്ടാവുള്ളൂ. കാരണം നല്ല വെയിലുണ്ട്. അതുമല്ല നമുക്കിനി കുറച്ച് ദൂരം യാത്ര ചെയ്യാനും ഉണ്ട്, ഫുഡും കഴിക്കണം. ഇപ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല മരങ്ങളിലൊക്കെ നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല പൂക്കൾ പിടിച്ചിട്ട്, ഇലകളൊന്നുമില്ല, പൂക്കൾ മാത്രമായിട്ട് കുറേ മരങ്ങൾ. അതൊക്കെ ഭയങ്കര രസമുള്ള കാഴ്ചയാണ് കേട്ടോ. ഇനി നമുക്ക് ഓട്ടം സീസണിലൊന്ന് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അല്ലേ? യെല്ലോ കളറൊക്കെ ആയിരിക്കും ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല. പിന്നെ അവിടെ നല്ല പൂക്കൾ നിറച്ചുള്ള മരം കണ്ടപ്പോഴത്തേനുണ്ടല്ലോ ഫോട്ടോ എടുക്കണം തോന്നി, വീഡിയോസ് എടുക്കണം തോന്നി. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നു. അതിനുശേഷം നമ്മൾ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ടണലാണ്. അപ്പോൾ ഗുഡൈസിലോട്ട് ഇപ്പം നമ്മൾ കുറേ മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ടണൽ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ അവിടെ എത്താൻ പറ്റും. അപ്പം നമ്മൾ വഴിയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. തിരക്കൊന്നുമില്ല, ആളുകളൊന്നുമില്ല, നമ്മൾ മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. ഈ ടൈം ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല. ഇവിടെ നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഇവരുടെ ട്രഡീഷണൽ ഫുഡാണ് കച്ചാപൂരി എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇവിടെ കിട്ടും. ഇവിടുത്തേന് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ജാബ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുവാണ്. ജാബാന് നമുക്ക് നല്ല വിശ്വാസമാണ് കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ടും നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. ആൾ നല്ല നല്ല റെസ്റ്റോറൻറ്റുകളിലൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് ഫുഡ് വാങ്ങിച്ച് തരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ഒരു പുഴ ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ സൈഡിലാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. പക്ഷെ പുറത്തിറങ്ങിയിരുന്നപ്പോൾ ഭയങ്കര എന്തോ ഒരു ബാഡ് സ്മെല്ലുണ്ട്. അപ്പോൾ സോ നമ്മൾ എന്ത് ചെയ്തു, അകത്തിരുന്ന് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. പിന്നെ കുറച്ച് നേരം ഇവിടെ നിന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. നല്ല വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ഇത്രയും ചൂടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലല്ലേ നമ്മൾ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ കണ്ടോ, വെള്ളം നല്ല ഒഴുകുന്നുണ്ട്. എന്താണെന്നറിയുമോ, മലയുടെ മുകളിൽ നിന്നുള്ള ഐസൊക്കെ ഉരുകിയിട്ട് ഇങ്ങനെ വന്ന് പോകുന്ന വെള്ളമാണെന്ന് പറഞ്ഞു. പക്ഷെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണത്ര. നമുക്ക് പക്ഷെ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ വെയിൽ വന്നാൽ നല്ല ചൂടുമുണ്ട്. അത്യാവശ്യം നമുക്ക് ടാനൊക്കെ വീണിട്ടുണ്ടായിരുന്നു തിരിച്ച് നമ്മളിവിടെ എത്തിയപ്പോൾ. ഏതായാലും നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. മക്കൾക്ക് 7up പോലത്തെ ഒരു ഡ്രിങ്ക്സ് അവിടെ ജോർജിയയിൽ തന്നെ കിട്ടുന്ന ഒരു ഫ്രൂട്ടിൻ്റെ ഫ്ലേവറുള്ള ഒരു സാധനമാണ്. അതവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ മക്കൾക്ക് വേണ്ടിയിട്ട് അത് വാങ്ങിച്ചു. പിന്നെ വലിയവരൊക്കെ ഒരു ബോട്ടിൽ വൈൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താ കിട്ടുക അവിടുത്തെ ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് അങ്ങനത്തെ ഒക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ ജോർജിയയിലെ ഫുഡൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒരു സാധനം പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ വിശന്നിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് എന്തായാലും കഴിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് കഴിച്ചോളൂ ഞാൻ. എനിക്ക് ഇങ്ങനെ ഈ ടേസ്റ്റ് ഇല്ലാത്ത നമുക്ക് പറ്റാത്ത ഫുഡുകളൊന്നും ഞാൻ സാധാരണ എവിടെ പോയാലും ഇങ്ങനെ എല്ലാ ഫുഡൊന്നും ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. പക്ഷേ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് വിശപ്പടങ്ങുന്ന വരെ കുറച്ച് കഴിക്കുകയുള്ളായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിതേ നെക്സ്റ്റ് ഗഡോരിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ വഴിയിലുള്ള ഒരു സ്ഥലമാണ്, ഭയങ്കര രസമുള്ള സ്ഥലമാണ്. അവിടെ നമ്മൾ ഇറങ്ങി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പാലത്തിൻ്റെ നടുക്കൂടെ ഇങ്ങനെ നടന്നു പോവാം. പിന്നെ ഈ ഒരു പാലം കണ്ടപ്പോൾ ഞാൻ പറയാം, ഇതിലും നല്ല അടിപൊളി ഒരു പാലമാണ് നമ്മുടെ നാട്ടിൽ കോട്ടയത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് തീക്കോയിൽ
നല്ലൊരു പാലമുണ്ട്, പണ്ട് ബ്രിട്ടീഷുകാർ പണിത് വെച്ച ഒരു തൂക്കുപാലമാണ്. അടിപൊളിയാണത്. അതിൻ്റെ അത്രയൊന്നും ഇത് വരത്തില്ല എങ്കിലും ചുമ്മാ ഇറങ്ങി ഒരു മക്കളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇറങ്ങിയെന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ എന്താണ് ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിനകത്തെ. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമ്മൾ രാത്രി സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് ബുർജോമിയിലുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവരോട് അവിടെ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇൻക്ലൂഡഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറത്ത് നിന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്, എന്തായിരിക്കും ആവോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അടിപൊളിയാണ്. പുറമേ എനിക്ക് തോന്നുന്നുണ്ട് അവരിങ്ങനെ ഈ എപ്പോഴും മഞ്ഞ് വീഴും അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും പൊളിഞ്ഞ് കിടക്കുന്നതായിട്ടൊക്കെ ഒരു ഫീൽ നമുക്ക് തോന്നും. പക്ഷേ അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയ പോലെ അവർ ബെഡൊക്കെ സെറ്റ് ചെയ്ത് സോഫ അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി അവിടെ എത്തിയതിന് ശേഷം റൂമിൽ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പുറത്ത് ഒരു വാക്കിന് വന്നേക്കുവാണ്. എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് നടന്നൊന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. നാളെ രാവിലെ തന്നെ എണീച്ചിട്ട് നമുക്ക് അടുത്ത പ്ലേസിലോട്ട് പോകാനുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.